എറണാകുളം എടവനക്കാട് കടലാക്രമണത്തിൽ നടപടി 330 മീറ്ററിൽ ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തി ഉടൻ നിർമ്മിക്കും. നിർമ്മാണം 15 ദിവസത്തിനകം പൂർത്തിയാക്കും. എറണാകുളം ജില്ലാ കളക്ടർ സമരസമിതി ഇക്കാര്യം അറിയിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ എടവനക്കാട് സമരം നടത്തിയവരുടെ ആവശ്യം ചെല്ലാനത്തെ മോഡലിൽ അവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണം എന്ന് തന്നെയായിരുന്നു. കാരണം അവർക്ക് ബോധ്യമുണ്ട് ചെല്ലാനത്ത് ഇത്തരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതും അവിടെ കടലാക്രമണം വലിയ രീതിയിൽ കുറയ്ക്കാൻ കഴിഞ്ഞതും അതായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം, അല്ലാതെ സർക്കാർ ഇടപെടാതിരുന്നതല്ല. ഇപ്പോൾ ഇന്നലെ ഈ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് ഉപരോധം അടക്കമുള്ള ഹർത്താൽ അടക്കമുള്ള കാര്യങ്ങൾ അവർ നടത്തുകയും ചെയ്തു. ജില്ലാ കളക്ടർ ഇപ്പോൾ ഇന്ന് അവർക്ക് കൃത്യമായി ഉറപ്പ് നൽകിയിട്ടുണ്ട്. 330 മീറ്ററിൽ ഈ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് കളക്ടർ അവർക്ക് നൽകിയ മറ്റു കാര്യങ്ങൾ, ഉറപ്പുകൾ? സിജു, ഇത് തൽക്കാലത്തേക്ക് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം എന്നുള്ള നിലയിലാണ് ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ഇത് ജില്ലാ കളക്ടർ ഇന്നലെ തന്നെ സമരസമിതിയെ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ തീരുമാനത്തിൽ ഒന്ന്, അവിടെ 330 മീറ്ററിൽ ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക എന്നുള്ളതാണ്. അത് 15 ദിവസത്തിനകം തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും എന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. 40 ലക്ഷം രൂപ ചെലവിലാണ് ഇത്തരത്തിൽ താൽക്കാലിക സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക. ഇതുകൂടാതെ തോട്ടിലടിഞ്ഞുകൂടിയ മണ്ണ് നീക്കുന്നതിന് 5 ലക്ഷം രൂപ ചെലവിൽ തോട് ശുചീകരണം അതും നടത്തും എന്നും അവരെ അറിയിച്ചിട്ടുണ്ട്. ഈ കടൽ ഭിത്തി തകർന്നു കിടക്കുന്ന മേഖലയിൽ കരിങ്കല്ല് ഉപയോഗിച്ച് ഭിത്തി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട സാധ്യതയും പരിശോധിക്കും എന്നറിയിച്ചിട്ടുണ്ട്. ഇത് തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിലെ എഞ്ചിനീയർ, ഒപ്പം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അധികൃതർ എന്നിവരോട് പരിശോധന നടത്താൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് താൽക്കാലിക പരിഹാരം എന്നുള്ള നിലയിലാണ് ഈ അടിയന്തര ഇടപെടൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. എന്നാൽ ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ 2 പദ്ധതി നിർദ്ദേശങ്ങളാണ് സർക്കാരിന് ജില്ലാ കളക്ടർ സമർപ്പിച്ചിട്ടുള്ളത്. അതിലൊന്ന് അവർ ആവശ്യപ്പെടുന്നത് പോലുള്ള ടെട്രാപോഡ് നിർമ്മാണമാണ്. അത് 56 കോടി ചെലവിൽ ടെട്രാപോഡ് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന പദ്ധതിയാണ്. മറ്റൊന്ന് തീരദേശ വികസന കോർപ്പറേഷൻ, അതിൻ്റെ 230 കോടി രൂപയുടെ പദ്ധതി. അങ്ങനെ 2 വലിയ പദ്ധതികളുണ്ട്. അത് സർക്കാരിലേക്കായി സമർപ്പിച്ചിട്ടുണ്ട്. അത് മന്ത്രിമാരുമായി ആലോചിച്ച ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാവുക. അതിനു മുമ്പായി അടിയന്തര ഇടപെടൽ എന്നുള്ള നിലയ്ക്കാണ് ഈ 330 മീറ്ററിൽ ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ കളക്ടർ സമരസമിതിയെ ഇന്നലെ തന്നെ അറിയിച്ചിരിക്കുന്നത്. അത് അടിയന്തര ഇടപെടൽ എന്നുള്ള നിലയിലാണ് ഇതെല്ലാം നടത്തിയിരിക്കുന്നത്. എന്നാൽ സമരസമിതി ഇതിനോട് പൂർണ്ണമായി യോജിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 4-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം, അവരുടെ തീരുമാനം എന്താണ് എന്നുള്ളത് അറിയിക്കാം എന്നാണ് സമരസമിതിയും അറിയിച്ചിട്ടുള്ളത്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. എടവനക്കാട് 330 മീറ്ററിൽ ജിയോ ബാഗ് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ സമരം നടത്തിയവരെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു അടിയന്തര പരിഹാരം വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തു. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.